നിങ്ങൾ ആദ്യമായിട്ടാണോ UGC നെറ്റ് എക്സാം എഴുതാൻ പോകുന്നത്? ആണെങ്കിൽ എന്താണ് പേപ്പർ 1 എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. പേപ്പർ 1 ഉൾപ്പെടുന്ന കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, അതിന്റെ സിലബസ് എന്താണ്, അതിൽ നിന്നും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ അഞ്ജലി. എല്ലാ ലേണേഴ്സിനും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആണ് UGC നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാം ആയിട്ടാണ് ഇത് നടത്തുന്നത്. 2 പേപ്പറാണ് ഉൾപ്പെടുന്നത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ജനറൽ പേപ്പറാണ്. ഇതിൽ കാൻഡിഡേറ്റിൻ്റെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ അസസ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. റീസണിങ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ, ഡൈവേർജൻ തിങ്കിങ്, ജനറൽ അവയർനെസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1 ഉണ്ടായിരിക്കാം. പേപ്പർ 2 നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന് ഏത് സബ്ജക്റ്റ് ആണോ എടുത്തിട്ടുള്ളത്, നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതാണ് പേപ്പർ 2 വരുന്നത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടി കമ്പൈൻ ചെയ്ത് മൊത്തം 3 മണിക്കൂറിനാണ് എക്സാം വരുന്നത്. 300 മാർക്കാണ് ടോട്ടൽ. പേപ്പർ 1ൻ്റെ സമയം 1 മണിക്കൂറാണ്. ഈ 1 മണിക്കൂറിനുള്ളിൽ 50 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്തിരിക്കണം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണുള്ളത്. അങ്ങനെ 50 ക്വസ്റ്റ്യൻസിന് 100 മാർക്ക്. ഈ NTA UGC നെറ്റ് എക്സാമിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. പേപ്പർ 1 മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് സിലബസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 10 മൊഡ്യൂൾസ് ഉണ്ട്. ആ ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം, അങ്ങനെ 50 ക്വസ്റ്റ്യൻസിന് 100 മാർക്കാണ് ജനറൽ പേപ്പറിൽ വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അതിൽ ടീച്ചിങ്, കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലെവൽസ് ഓഫ് ടീച്ചിങ്. എന്താണ് ടീച്ചിങ്? ഒരു ടീച്ചർ എങ്ങനെയാണ് ടീച്ച് ചെയ്യേണ്ടത്, ഒരു ലേണർ എങ്ങനെയാണ് അത് ലേൺ ചെയ്യുന്നത്, അതിൻ്റെ ടീച്ചിങ് കോൺസെപ്റ്റിനെ പറ്റിയാണ് ഇതിൽ ഈ ഏരിയയിൽ പറയുന്നത്. അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ്? ടു ഇമ്പാർട്ട് നോളേജ്, ടു ഇൻകൾക്കേറ്റ് ക്വാളിറ്റീസ് ലൈക്ക് മേക്കിംഗ് ദം ബെറ്റർ അറ്റ് ലീഡർഷിപ്പ് ആൻഡ് മേക്കിംഗ് ദം ആസ് എ ടീം പ്ലെയർ, ഇംപ്രൂവിങ് മോറൽ വാല്യൂസ്, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ഇതൊക്കെ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ലെവൽസ് ഓഫ് ടീച്ചിങ്, 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ആണുള്ളത്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. അതുപോലെ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെന്റ് ആൻഡ് അഡൾട്ട് ലേണേഴ്സ്, അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ നാച്ചർ ഓഫ് ടീച്ചിങ് ഈസ് ആൻ ആർട്ട്, സയൻസ്. അതുപോലെ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ദെൻ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണേഴ്സിൻ്റെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഏജ്, ജെൻഡർ, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, പ്രയർ നോളേജ് ഓഫ് ദ ലേണർ, group structure, social structure, cognitive structure, things which deals with the mental or makeup with the brain, attention span, memory retention, intellectual capacity, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോഗ്നേറ്റീവ് സ്ട്രക്ചറിൽ ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. അതുപോലെ ടീച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എഡ്യൂക്കേഷൻ, സ്കിൽസ്, പേഴ്സണാലിറ്റി. ടീച്ചേഴ്സ് ഷുഡ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഇതൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, ടീച്ചർ സെൻട്രിക് വേഴ്സസ് ലേണർ സെൻട്രിക് മെത്തേഡ്സ്, ഓഫ്ലൈൻ വേഴ്സസ് ഓൺലൈൻ മെത്തേഡ്സ്, സ്വയംപ്രഭ, MOOC അതായത് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്, ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ട്രഡീഷണൽ, മോഡേൺ ആൻഡ് ICT ബേസ്ഡ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസ്ഡ്. അതുപോലെ ഇവാലുവേഷൻ സിസ്റ്റം, എലമെൻറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, evaluation in choice-based credit system in higher education, computer-based testing, innovations in evaluation systems. ഇതൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് പൊതുവെ സ്റ്റുഡൻസിൻ്റെ സൈക്കോളജി, അതുപോലെ ടീച്ചേഴ്സിന് എങ്ങനെയാണ് ഒരു ടീച്ചറിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് വരുന്നത്. നമ്മളിത് പഠിക്കുമ്പോൾ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതിൻ്റെ ബ്രീഫായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ മെത്തേഡ്സ് ഓഫ് ലേണിങ്ങിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. അതിൽ തിയറീസ് ഓഫ് ലേണിംഗ് വരുന്നുണ്ട്.
തിയറീസ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ബ്ലൂംസ് ടാക്സോണമി, സോഷ്യൽ ഇൻട്രാക്ഷൻ തിയറി, അങ്ങനെയുള്ള തിയറീസിനെയൊക്കെ പറ്റി നിങ്ങളൊരു ബ്രീഫായിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അത് നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ടീച്ചർ സെൻട്രിക്, അതുപോലെ ലേണർ സെൻട്രിക്. ടീച്ചർ സെൻട്രിക് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടീച്ചിങ് ആണ്. ലേണർ സെൻട്രിക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടീച്ചിങ് ആണ്. ടീച്ചർ സെൻട്രിക്കിൽ ടീച്ചർ ടീച്ച് ചെയ്യുന്നു, സ്റ്റുഡൻസ് ലിസൺ ചെയ്യുന്നു, ഒരു ലെക്ചർ മെത്തേഡാണ്, ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. ലേണർ സെൻട്രിക്കിൽ ഒരു ടു വേ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ആണ്. ടീച്ചറും ടീച്ച് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യുന്നു, സ്റ്റുഡൻസിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടുന്നുണ്ട്. ടീച്ചേഴ്സുമായിട്ടൊരു പ്രോപ്പർ ഇൻട്രാക്ഷൻ ഉണ്ട്. ടീച്ചർ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൻ്റെയൊക്കെ അതുപോലെ റോൾ പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ടീച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ ടീച്ചിങ്ങും ഓഫ്ലൈൻ ടീച്ചിങ്ങും. ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൻ്റെ സപ്പോർട്ടോട് കൂടി സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ടീച്ചിങ് ആണ്. ഓഫ്ലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത് ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ് ആണ്. ദെൻ ഈ ലേണിംഗ് ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, MOOC. അതായത് ഒരുപാട് വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള ഹാർഡ്വേർഡ്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്ന ഓൺലൈൻ കോഴ്സുകൾ, ഉഡാസിറ്റി, കോഴ്സെറ, EDX പോലെയുള്ള വെബ്സൈറ്റിൽ അവരിടുന്നുണ്ട്. അപ്പോൾ ഏത് സ്റ്റുഡൻസിന് വേണമെങ്കിലും ഇവിടെ എൻറോൾ ചെയ്യാം, ഈ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാം, വീഡിയോസ്, ഹാൻഡ് ഔട്ട്സ്, ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ നമുക്ക് അതിലൂടെ ലഭിക്കും. അതുപോലെ സ്വയം എന്ന് പറയുന്ന ഈ ലേണിംഗ് ഫെസിലിറ്റിയാണ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. അതാണ് സ്വയം എന്ന് പറയുന്ന ഒരു ഫ്രീ ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവ് പ്രകാരം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. IIT, IIM പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫർ ചെയ്യുന്ന ഫ്രീ കോഴ്സുകളാണ്. ഏത് സ്റ്റുഡൻസിനും, ഇന്ത്യയിലുള്ള ഏത് സ്റ്റുഡൻസിനും എൻറോൾ ചെയ്യാം. ഈ ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളുടെ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, CEC, UGCയുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. അതായത് ഗ്രേറ്റ് ലെക്ചേഴ്സ്, അവരുടെ ലെക്ചറുകൾ അവിടെ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് CEC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീ ഓഫ് കോസ്റ്റിന് വീഡിയോസ് അവൈലബിൾ ആണ്. നമ്മൾ നോളേജ് എൻഹാൻസ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ പാത്ശാല എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഫെസിലിറ്റി ഉമങ് ആപ്പിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന്, പാരൻസിനും ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ലെക്ചേഴ്സും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, അതായത് ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് ഇഫക്റ്റീവ് ആക്കാനും ലോങ് ലാസ്റ്റിംഗ് ആക്കാനും ഒക്കെയുള്ള ടീച്ചിങ് എയ്ഡ്സിനെ പറ്റി ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സും മോഡേൺ മെത്തേഡ്സും. ട്രഡീഷണൽ മെത്തേഡിൽ ബ്ലാക്ക് ബോർഡ്, മാപ്സ്, ഡയഗ്രാംസ്, ചാർട്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് ടീച്ചിങ് ഇഫക്റ്റീവ് ആയിരുന്നത്. മോഡേൺ മെത്തേഡ്സിൽ പ്രൊജക്ടേഴ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്, ബുക്ക്, കിൻഡിൽ പോലെയുള്ള അതിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടിയും ടീച്ചിങ് ഇഫക്റ്റീവ് ആകുന്നുണ്ട്. അതുപോലെ ICT ബേസ്ഡ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, അതുപോലെ ഇവാലുവേഷൻ സിസ്റ്റം, അതിൻ്റെ എലമെൻസും ടൈപ്സ് ഓഫ് ഇവാലുവേഷനിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ഇൻറ്റേർണൽ എക്സാമിനേഷൻ, അതായത് വീക്ക്ലി ടെസ്റ്റ്, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ എക്സ്റ്റേണൽ എക്സാമിനേഷൻ, അതായത് ടീച്ചിങ് ലേണിംഗ് ഇമ്പാർട്ട് ചെയ്തതിന് ശേഷം നടക്കുന്നതാണ് ഫൈനൽ എക്സാമിനേഷൻ, സെമസ്റ്റർ എക്സാമിനേഷനൊക്കെ ഈ സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതുപോലെ നീഡ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, അതുപോലെ ഇവാലുവേഷൻ സിസ്റ്റത്തിൽ തന്നെ നോം റെഫറൻസ്ഡ്, ക്രൈറ്റീരിയ റെഫറൻസ്ഡ്, അങ്ങനെ ഒരുപാട് ഇവാലുവേഷൻ സിസ്റ്റത്തിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അതിൻ്റെ സിമ്പിൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് എക്സാമിൻ്റെ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. യൂണിറ്റ് 2 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. കാൻഡിഡേറ്റിൻ്റെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള നോളേജാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് റിസർച്ചിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ടു റിസർച്ച്, മെത്തേഡ്സ് ഓഫ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, അതുപോലെ തേസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ് അതിൻ്റെ ഫോർമാറ്റ്, അതുപോലെ റെഫറൻസുകളുടെ സ്റ്റൈൽസ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻ റിസർച്ചിൽ എങ്ങനെയാണ് വരുന്നത്, റിസർച്ച് എത്തിക്സ് എന്താണ്, അങ്ങനെയുള്ള ഏരിയാസാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു വീഡിയോ റിസർച്ചിനെ പറ്റിയിട്ടുള്ള വീഡിയോയും അതുപോലെ ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയിട്ടുള്ള വീഡിയോസും ലേണേഴ്സ് ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, കണ്ടു നോക്കുക. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് അതുപോലെ മെത്തേഡ്സ് ഓഫ് റിസർച്ചൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. യൂണിറ്റ് 3 എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ആണ്. റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരു പാസേജ് കൊടുത്തിട്ട് അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ആ പാസേജ് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് റീഡിങ് കോംപ്രിഹെൻഷനിൽ വരുന്നത്. 4ാമത്തെ യൂണിറ്റാണ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ഒരു 2 way പ്രോസസ്സാണ്. സെൻറ്ററിൽ നിന്നും റിസീവറിലേക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. അതുപോലെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനുകളുണ്ട്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനുകളിലൊക്കെ അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവാർഡ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ ആൻഡ് നോൺ വെർബൽ, ഇൻ്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് തടസ്സമാവുന്ന കാര്യങ്ങൾ, ബാരിയേഴ്സ് എന്തൊക്കെയാണ്, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 5 വരുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡാണ്. കാൻഡിഡേറ്റിൻ്റെ റീസണിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ വരുന്നത്. നമ്പർ സീരീസ്, അതായത് ഒരു 4 നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഈ സീരീസിൽ അടുത്ത ടേം ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകൾ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് -1, 5, 15, 29, 29 ശേഷം ഏതാണ് അടുത്ത നമ്പർ വരുന്നത്. അതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന സമയം കൊണ്ട് ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലെറ്റർ സീരീസുകൾ, ഒരു പ്രത്യേകതരം രീതിയിൽ ലെറ്റേഴ്സിനെ, അതായത് ABD, DGK, HMS, നെക്സ്റ്റ് ഈ സീരീസിലെ നെക്സ്റ്റ് ലെറ്റർ എന്തായിരിക്കും. അതുപോലെ വാരണാസി ഈസ് കോഡഡ് ആസ് WCUESGZQ, ദെൻ കോഡ് ഓഫ് കൊൽക്കത്ത വിൽ ബി എന്തായിരിക്കും. അപ്പോൾ വാരണാസി എന്നുള്ളതിൻ്റെ കോഡിൽ നിന്നും വാരണാസി ഈ പറഞ്ഞ കോഡിൽ നിന്ന് എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആ കൊൽക്കത്തയുടെ കോഡ് ഓപ്ഷൻസ് നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് റീസണിങ്ങിൽ വരുന്നത്. അതുപോലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ സാധാരണ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലംസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പ്രോബ്ലംസ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, പിന്നെ ആവറേജ്, ഫ്രാക്ഷൻ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നെറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ബ്ലഡ് റിലേഷൻ പോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യനാണ്. ഇൻട്രൊഡ്യൂസിങ് രാകേഷ് ടു ഹെർ ഹസ്ബൻഡ്, എ വുമൻ സെഡ് ഹിസ് ബ്രദേഴ്സ് ഫാദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. ദ വുമൻ ഈസ് റിലേറ്റഡ് ടു രാകേഷ് ആസ് ഓപ്ഷൻസ് aunt, mother, sister and daughter. 6th യൂണിറ്റിൽ വരുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. അതായത് ഇവിടെ ആർഗ്യുമെൻസിൻ്റെ സ്ട്രക്ചർ, പല രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ പ്രപ്പോസിഷൻസ്, മൂഡ് ആൻഡ് ഫിഗർ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസി, വെൻ ഡയഗ്രാം, യൂസസ് ഓഫ് വെൻ ഡയഗ്രാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആർഗ്യുമെൻറ്റ്സിൽ തന്നെ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്, അങ്ങനെ പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റുകളുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യനാണ്. സുപ്പീരിയറിറ്റി ഓഫ് ഇൻ്റലക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ഓൺ വൺ തീം ഇൻ ദ സെയിം വേ ആസ് എ കോൺകേവ് മിറർ കളക്ട്സ് all the rays that strike upon it into one point.
വാട്ട് ടൈപ്പ് ഓഫ് റീസണിങ് ഈസ് എൻറ്റെയിൽഡ് ഇൻ ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ, സൈക്കോളജിക്കൽ, അനാലോജിക്കൽ ആൻഡ് ഡിഡക്റ്റീവ്. അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഈ ലോജിക്കൽ റീസണിങ്ങിൽ ചോദിക്കാറുള്ളത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യനാണ്, വിച്ച് വൺ എമംഗ് ദ ഫോളോയിങ് ഈസ് എ പ്രീ സപ്പോസിഷൻ ഇൻ ഇൻഡക്റ്റീവ് റീസണിങ്? ഓപ്ഷൻസ്: ലോ ഓഫ് ഐഡൻറ്റിറ്റി, അൺചേഞ്ചബിലിറ്റി ഇൻ നേച്ചർ, ഹാർമോണി ഇൻ നേച്ചർ, യൂണിഫോമിറ്റി ഓഫ് നേച്ചർ. ഇതിലൊരു ക്വസ്റ്റ്യനാണ്, ടു premises A and B, 4 conclusions are drawn from them. Select the code that states validity drawn conclusions. അതായത് പ്രമിസസും കൺക്ലൂഷൻസും തന്നിട്ടുണ്ടായിരിക്കും. അതിൽ പ്രമിസസ് ആണ്, എക്സാമ്പിളാണ് പ്രമിസ് എ, മോസ്റ്റ് ഓഫ് ദ ഡാൻസേഴ്സ് ആർ ഫിസിക്കലി ഫിറ്റ്. പ്രമിസസിൽ ബി, മോസ്റ്റ് ഓഫ് ദ സിംഗേഴ്സ് ആർ ഡാൻസേഴ്സ്. അപ്പം അതിൻ്റെ കൺക്ലൂഷനാണ്, കൺക്ലൂഷൻ എ, most of the singers are physically fit. B, most of the dancers are singers. C, most of the physically fit persons are dancers. And D, most of the physically fit persons are singers. അപ്പോൾ അതിൽ ഏതൊക്കെ കൺക്ലൂഷനാണ് മാച്ചിങ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് 7 ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. സോഴ്സസ് ഓഫ് ഡാറ്റ, അക്വസിഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഡാറ്റയെ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, പൈ ചാർട്ട്, അങ്ങനെയുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ആ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ ബാർ ചാർട്ട് ആണെങ്കിൽ അത് നമുക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ടേബിൾ തന്നിട്ടുണ്ടായിരിക്കും. ഒരു കൺട്രിയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സ്പോർട്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ കൺസംഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ അതെങ്ങനെ ഇപ്പോൾ പെർ ക്യാപിറ്റ കൺസംഷൻ ആണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഹിൻറ്റും ഒരു ഇക്വേഷനും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഹിൻറ്റിൻ്റെ ബേസിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ഉദ്ദേശിക്കുന്നത്. 8ാമത്തെ യൂണിറ്റിൽ വരുന്നത് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അതായത് ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്, അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇതിൽ മെയിൻലി ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇമെയിലിൻ്റെ അഡ്രസ്സിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് എന്താണ്, അതുപോലെ ഓർഡറിൽ എഴുതുക, അതായത് സ്മോളസ്റ്റ് യൂണിറ്റിൽ നിന്നും ലാർജസ്റ്റ് യൂണിറ്റിലേക്ക് അറേഞ്ച് ചെയ്യുക. അതായത് കിലോ ബൈറ്റ്, ബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ്, ഗിഗാബൈറ്റ് ആൻഡ് ബിറ്റ്. അതിനെ സ്മോളസ്റ്റ് യൂണിറ്റിൽ നിന്നും ലാർജസ്റ്റ് യൂണിറ്റിലേക്ക് അറേഞ്ച് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കറക്റ്റ് ഓപ്ഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ICT റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിലൊരു ക്വസ്റ്റ്യനാണ്, ആസ്കി ഈസ് എൻ അക്രോണിം ഫോർ അമേരിക്കൻ, കറക്റ്റ് ആൻസറാണ് ഞാൻ പറയുന്നത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കറക്റ്റ് വണ്ണ് പിക്ക് ചെയ്യണം. അതുപോലെ ഒരു ക്വസ്റ്റ്യനാണ്, ഡാഷ് ഈസ് എ ടൈപ്പ് ഓഫ് മെമ്മറി സർക്യൂട്ടറി ദാറ്റ് ഹോൾഡ്സ് ദ കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ടപ്പ് റൂട്ടീൻ. ഓപ്ഷൻസ് ആണ് RIM റീഡ് ഇനീഷ്യൽ മെമ്മറി, RAM റാൻഡം ആക്സസ് മെമ്മറി, ROM റീഡ് ഓൺലി മെമ്മറി ആൻഡ് കാഷെ മെമ്മറി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ICTയിൽ നിന്ന് വരുന്നത്. 9ാമതായി വരുന്ന യൂണിറ്റാണ് പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്, അതായത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. അതിൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഗോൾസ്, ഹ്യൂമൻ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻ്ററാക്ഷൻസ്, അതുപോലെ എൻവയോൺമെൻറ്റിൽ വരുന്ന രീതിയിലുള്ള പൊല്യൂഷൻസ്, സോയിൽ, നോയ്സ്, അങ്ങനെയുള്ള വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ഇയറിലൊരു ക്വസ്റ്റ്യനാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഹാവ് സ്പെസിഫിക് ടാർഗറ്റ്സ് ടു ബി അച്ചീവ്ഡ് ബൈ ഓപ്ഷൻസ്
2022, 2040, 2030 ആൻഡ് 2050. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഗവൺമെൻറ്റ്സ് ടാർഗറ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് പവർ ഫ്രം ബയോമാസ് ബൈ ദ ഇയർ 2022 ഈസ് ഓപ്ഷൻസ് 50 megavolt, 15 megavolt, 25 megavolt ആൻഡ് 10 megavolt. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ചോദിക്കാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഹാസ് നോ ഡെഫിനറ്റ് ബിഗിനിങ് ആൻഡ് എൻഡ്? ഓപ്ഷൻസ് ആണ് എർത്ത് ലാൻഡ് സ്ലൈഡ്സ്, ഹ്യൂറിക്കെയിൻസ്, ഡ്രോട്ട്സ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും ചോദിച്ചു വരാറുണ്ട്. അതുപോലെ ഫ്ലൈ ആഷ് പ്രൊഡ്യൂസ്ഡ് ഇൻ തെർമൽ പവർ പ്ലാന്റ്സ് ഈസ് ആൻ എക്കോ ഫ്രണ്ട്ലി റിസോഴ്സ് ഫോർ യൂസ് ഇൻ ഓപ്ഷൻസ് അഗ്രികൾച്ചർ ആസ് മൈക്രോന്യൂട്രിയൻറ്റ്, വേസ്റ്റ് ലാൻഡ് ഡെവലപ്മെൻറ്റ്, ഡാം ആൻഡ് വാട്ടർ ഹോൾഡിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് ബ്രിക്ക് ഇൻഡസ്ട്രി. ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷൻസ്, നാച്ചുറൽ കലാമിറ്റീസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇതിൽ നിന്നും ചോദിക്കാറുള്ളത്. ലാസ്റ്റ് മൊഡ്യൂളാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഫെഡറൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ ആൻഷ്യൻ്റ് ഇന്ത്യയിലെ ഹയർ ലേണിംഗ്, അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ ഇൻഡിപെൻഡൻസിന് ശേഷം ഉള്ള ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച്, അതിൻ്റെ ഇവല്യൂഷൻ, അതുപോലെ ഇന്ത്യയിലെ മെയിനായിട്ടുള്ള യൂണിവേഴ്സിറ്റീസുകൾ, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസുകൾ, ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, അതുപോലെ ഇന്ത്യൻ യൂണിയൻ, അതിൻ്റെ ലാംഗ്വേജ്, അതിനെയൊക്കെ പറ്റി പോളിസീസ്, ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമിംഗ്, ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്, വൈസ് പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്ററുടെ ഫങ്ഷൻ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പാർലമെൻറ്റ്, ലോക്സഭ, രാജ്യസഭ, അതിനൊക്കെ പറ്റിയാണ് ഇതിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പേപ്പർ 1നെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ലേണേഴ്സ് ലാബ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുകൂടാതെ താഴെയുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.